വരും. യെസ് സർ. ഞാൻ അവരെ വിളിച്ചത്. ഞാൻ പിന്നെ വന്നാലോ? അവിടെ ഇരിക്കും മാഷേ. അല്ലല്ലോ ഒരു കാര്യം സംസാരിക്കണ്ട. വരൂ. ഇരിക്കും. ഉണ്ണി മാഷേ ഒന്നുകൂടെ മാറും. എന്താ സാറേ അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞത്? പ്യാരിജാത്, നിങ്ങളന്ന് ശീതളിനെയും കൂട്ടിയിട്ട് വീട്ടിൽ വന്ന സമയത്ത് ഞാൻ നിങ്ങളോട് തീർത്ത് പറഞ്ഞതാണല്ലോ സയൻസ് ഗ്രൂപ്പിന് ഇവിടെ സീറ്റില്ലാന്ന്, അല്ലേ? എന്നിട്ടും ഏതൊക്കെയോ വേണ്ടപ്പെട്ട ആളുകളെ മാറ്റിയിട്ടാണ് ഞാൻ എങ്ങനെയൊക്കെയോ ഒരു സീറ്റ് ഇവിടെ വേണ്ടി ഒപ്പിച്ചത്. സാറേ എന്താ മോനെ, എന്താ നിന്റെ പ്രശ്നം? സാർ ഇവിടെ പഠിപ്പിക്കുന്നത് എൻ്റെ തലേ കയറണില്ല. കണ്ട കുട്ടി പറഞ്ഞ നിങ്ങൾ കേട്ടാ? നിങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും അവന്റെ മണ്ടക്കകത്ത് കയറുന്നില്ലാന്ന്. അങ്ങനെയല്ല സാറേ ഞാൻ പറഞ്ഞത്. ഇവിടെ ഉള്ളവർ പഠിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, ബാക്കിയുള്ളവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഇവന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ വല്ല കുഴപ്പമുണ്ടായിരുന്നു? ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അത്യാവശ്യം നന്നായിട്ട് പഠിക്കായിരുന്നു, നല്ല മാർക്കും ഉണ്ടായിരുന്നു. 10ാം ക്ലാസ് വരെ ഒരു കുഴപ്പമില്ല. പിന്നെ നിനക്ക് ഇപ്പൊ എന്താ ഒരു പ്രശ്നം? എനിക്ക് ഈ വിഷയം ശ്രദ്ധിക്കാൻ പറ്റാനുള്ള സാറേ. അതെന്താന്നാ ചോദിക്കണത്? എനിക്ക് ഈ വിഷയം ഇഷ്ടമല്ലാത്ത വിഷയമാണ്. ഏത് വിഷയം? സയൻസ് ഗ്രൂപ്പ് എനിക്ക് ഇഷ്ടമല്ല. നിനക്ക് സയൻസ് ഗ്രൂപ്പ് താല്പര്യമില്ലാത്ത വിഷയമാണെങ്കിൽ പിന്നെ എന്തിനാ നീ ഇവിടെ സയൻസ് ഗ്രൂപ്പ് എടുത്തത്? ഞാൻ എടുത്തല്ല സാറേ, അച്ഛനും അമ്മയോട് എന്നെ നിർബന്ധിച്ച് ഇടിപ്പിച്ചാണ്. അവനൊരു ഡോക്ടറായി കാണാനാണ് സാറേ ഞങ്ങളൊക്കെ ചെറുപ്പം തൊട്ട് ആഗ്രഹിക്കുന്നത്. എനിക്ക് ഡോക്ടർ ആവണ്ട സാറേ. നിങ്ങൾ ബഹളം വെച്ചിട്ട് കാര്യമില്ല. പഠിക്കേണ്ടത് അവനല്ലേ, നിങ്ങളല്ലല്ലോ. ഈ മാതളം പിച്ചിലൊക്കെ വീട്ടിൽ പോയിട്ട് മതി കേട്ടോ. അവിടെ ഞാൻ കാര്യം സംസാരിക്കാൻ വേണ്ടി വിളിച്ചാൽ അവന് സയൻസ് ഇഷ്ടപ്പെടും. ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒന്ന് ഉപദേശിച്ച് നേരെയാക്കി കൊണ്ടുവരുന്ന ആളാണ്. അപ്പൊ നിനക്ക് സയൻസ് ഗ്രൂപ്പ് ഇഷ്ടമല്ല? എനിക്ക് ഇഷ്ടമല്ല. ഡോക്ടർ ആവും വേണ്ട. പിന്നെ ആരാവാനാ നിനക്ക് ആഗ്രഹം? എനിക്ക് പടം വരക്കാരനായാൽ മതി. ആര്? പരമ്പരക്കാരനാ? അല്ല, ചിത്രകാരനായത് എനിക്ക്. ദൈവമേ, ഇവൻ ആ ഭിത്തിയിൽ ആനയും പട്ടിയും പൂച്ചയൊക്കെ വരയ്ക്കും. അതാണോ നിന്റെ ചിത്രകാരൻ? നല്ല തീരുമാനമാണ്. കാരണം ഗുണിക്കാനും കൂട്ടാനും അറിയണ്ട, പടം വരക്കാനല്ലേ, ഒരു കടലാസിൽ ഇങ്ങനെ വരക്കല്ലേ വേണ്ടു. ചിത്രം വരയിൽ കണക്കില്ലെന്ന് മാഷോട് ആരാ പറഞ്ഞത്? നല്ല ചിത്രം വരയിൽ നല്ല കണക്കുണ്ട്. അപ്പൊ ഇവര് പറ്റൂല സാറേ. അവന്റെ അറിവില്ലായ്മ കൊണ്ടിട്ടാണ് അവൻ അങ്ങനെയൊക്കെ പറയണത്. സാർ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ച് അവൻ കയറി പോന്നോളൂ. ഇല്ല സാറേ, ഞാൻ സയൻസ് ഗ്രൂപ്പിന് പഠിക്കൂല ഇവിടെ. നീ പഠിക്കും? ഞാൻ പഠിക്കൂല. നിന്നെ പഠിപ്പിക്കും. അങ്ങനെ പഠിപ്പിക്കാനാണ് തീരുമാനം. ഞാൻ ഈ സ്കൂളിന്റെ മേളിൽ നിന്ന് ചാടിച്ചാവും. ഏത് മോളില്? ഈ സ്കൂളിന്റെ മേളിൽ നിന്ന് സത്യമായിട്ട് ഞാൻ ചാടിച്ചാവും. സാറേ ഞാൻ സത്യമായിട്ടും പറയണ്ട, ഞാൻ ചാടിച്ചാവും. കൊച്ചു പറഞ്ഞാൽ നിങ്ങൾ കേട്ടോ? കേട്ടു. ഇവൻ അങ്ങനെ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ആരോട് സമാധാനം പറയും? അങ്ങനെ ചെയ്യൂല സാറേ. എന്ത് ചെയ്യൂല? അല്ല, ആളുകളോടൊക്കെ പറഞ്ഞു പോയി. എന്ത്? ഡോക്ടർ മകൻ ഡോക്ടർ ആവുന്നല്ലേ? നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ കൊച്ചിന്റെ തലയിൽ അടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടത്. നിങ്ങളൊരു കാര്യം ചെയ്യും, നേരെ ഓഫീസിലേക്ക് ചെന്നിട്ട് അവിടുന്ന് നിങ്ങൾ തന്നിട്ടുള്ള ഡൊണേഷൻ അവിടുന്ന് വാങ്ങിക്കുക. പിന്നെ ദേ ഇയാളുടെ TC. എന്നിട്ട് കുട്ടിക്ക് എന്താണ് പഠിക്കാൻ താല്പര്യമുള്ളതെന്ന് ചോദിക്കുക. കുട്ടിയുടെ അഭിരുചി അറിഞ്ഞിട്ട് അത് കുട്ടിയെ പഠിപ്പിക്കുക.